നല്ല സെറ്ററായിരുന്നു. ഒരു ലൈറ്റ് പിങ്കും ഒരു ലൈറ്റ് ബ്ലൂ അല്ലേ അവിടെ കിടക്കുന്നു. നാളെ നമുക്ക് ഈസ്റ്ററിന് സൺഡേ പോകുമ്പോൾ നമുക്ക് ആ ലൈറ്റ് പിങ്ക് ഇടാം. പോവുകയാണെങ്കിൽ ഇടാം. കൊണ്ടുപോകണമെന്നുള്ള ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. പാമ്പാടിയിലെ സഹോദരിയുടെ കൂടെയും അല്ലേ. പിന്നെ ഏതായിരുന്നു ഒരു സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു സഹോദരിയാണ് പേര് പറഞ്ഞു. സാധാരണ വീടുകളിലൊക്കെ സന്ദർശിക്കുകയും സംഭാവന മേടിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. പാമ്പാടിയിലെ സഹോദരിയുടെ കൂടെയും അഞ്ചലിലെ സഹോദരിയുടെ കൂടെയും മുന്നോട്ട് നീളാനാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർത്ത് ചിരിക്കണ്ടേ അല്ലേ. എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയാൽ പറ്റുമല്ലോ. നമ്മുടെ ജീവിതത്തിലിടയ്ക്ക് നമ്മൾ റിലാക്സ് ചെയ്യണം, ചിരിക്കണം. ചിരി വലിയൊരു ഔഷധമാണെന്നാ പറയുന്നത്. പിന്നെ എപ്പോഴും ഒത്തിരി ഇരിക്കുമായിരുന്നു. എൻ്റെ ചിരി കേട്ടാൽ വഴക്ക് പറഞ്ഞു ഒരിക്കലും പിന്നെ അവിടെ മുകളിൽ നിന്ന് കിളക്കിയായിരുന്നു. ഞാനും അമ്മയും ഓലമടൽ കീറിയിട്ടിരുന്ന മടപ്പുളി ഉണ്ടല്ലോ എൻ്റെ പൊട്ടിപ്പോടി ഇവിടെ പിന്നെ ചെത്തിയിട്ട് ഓളെ ഇതല്ലേ വടിക്ക് വിലയില്ലല്ലോ. അതിങ്ങനെ അടുത്തപ്പം ചുറ്റി ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടൊഴുകാൻ തുടങ്ങി. എന്നാലും എന്നെ അമ്മ പിന്നെയും ചിരിച്ചില്ലേ. പെണ്ണുങ്ങളെ ഇതുപോലെ ആ ചിരിച്ച് നീ ചിരിക്കുന്ന പോലെ ഞാൻ ചിരിക്കുമായിരുന്നു. പൊട്ടി ചിരിക്കണം നമ്മള്. നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് കേട്ടു. നിന്റെ അടുക്ക നിന്നാണോ ഇത്ര ചോദിച്ചോണ്ട് മടപ്പൊളി എടുത്തൊരൊറ്റയടി അത് കിട്ടത് ഇവിടെ കിട്ടാ. ഞങ്ങളുടെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും അതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് വിട്ടു പോവുക. ഞങ്ങളുടെ മുട്ടദ്വാര അമ്മ പറയും കട്ട് ചെയ്ത് കളയാന്ന് പറയും. അതൊന്നും മറക്കത്തില്ല. മുട്ടദ്വാര അമ്മയുടെ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എന്ത് കേസ് വന്നാലും പറയും എങ്ങനെയുണ്ടമ്മേ, എല്ലാം നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ പറയണം. അഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സന്തോഷത്തോടെ എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇന്നലെ എന്നോട് ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഇൻട്രിയപ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കി തരുവല്ലേന്ന് ചോദിച്ചേ. അമ്മ യാക്കോബായിലൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പം അമ്മ നമ്മളത് ആചരിക്കുകയല്ല, പക്ഷെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കും. നമുക്കറിയാവുന്ന അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് തന്നെ ടേസ്റ്റി ആണല്ലോ. വീട്ടിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം അവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്ന് 19 പേർക്ക് അമ്മ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും നുറുക്കി അച്ചാച്ചൻ പ്രാർത്ഥിച്ച് ഓരോ നുറുക്കം കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഇന്നലെ എന്നോട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മുട്ടത്തുവാറ അമ്മയ്ക്ക് ഇപ്പോൾ 94 വയസ്സുണ്ട്. അമ്മേക്കാളും 1 വയസ്സ് മൂത്ത. അമ്മ 93 ആകുന്നല്ലേ ഉള്ളൂ. 94 95 ആകും. അന്നേരം അമ്മ ഞാൻ ചോദിച്ചു അമ്മ ഞങ്ങൾ വരുമ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി തരുമല്ലേന്ന് ചോദിച്ചു. പിന്നെന്നാ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി തരാം, എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പോസിറ്റീവ് അഫർമേഷനാണ്. അങ്ങനെ നമ്മൾ പറയണം. ഏതാ എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. അതുപോലെ തന്നെ ഈ 93-ാം വയസ്സും വളരെ ജോറായിട്ട് നടത്തുകയാണ് അമ്മ. ഒന്നും അറിയാതെ അതാണ് ഒരു നന്മയ്ക്കും കുറവില്ലാതെ എന്നെ ഗവൺമെന്റ് തന്നെ എല്ലാത്തിലും സഹായിക്കുന്നുണ്ട്. സ്വർഗീയ ഗവൺമെന്റ് അമ്മയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി സാധുക്കൾക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട് അമ്മ. എനിക്ക് കിട്ടിയ ദശാംശത്തിൽ എല്ലാം കൊണ്ട് അതുപോലെ പാസ്റ്ററെ കൊടുത്തതായ. അല്ല അമ്മയുടെ ആദ്യത്തെ ശമ്പളം അമ്മ അപ്പച്ചന് കൊടുത്തതല്ലേ നമ്മുടെ സാറിന്. അതാണ് അത് 79 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസം പടുതേ ഉള്ളൂ. അതിന്റെ ബ്ലെസ്സിങ് അമ്മയ്ക്ക്. അതുകൊണ്ട് സാറിനെ കൊണ്ട് കൊടുക്കും. അതാണ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്താല് ദശാംശം എല്ലാം ദൈവത്തിനുണ്ടോ കൊടുത്താൽ. ദശാംശം കൊടുക്കണം. നമ്മള് 10-1 കർത്താവ് ചോദിക്കുന്നുള്ളൂ. നമ്മളങ്ങനെ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ എത്ര വർഷമായി പെൻഷൻ പറ്റുവാണ്. 55 കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ 93 വയസ്സാകാൻ പോകും ഓഗസ്റ്റില്. God is amazing. അപ്പൊ എത്ര വർഷമായി ജോലി ചെയ്ത
വർഷം പെൻഷൻ മേടിക്കാം. ഞങ്ങളുടെ അമ്മ അങ്ങനെ ഇരിക്കും. ടീച്ചർ അമ്മയിൽ ഉണരും. ശരി, അപ്പൊ ദൈവം തന്ന് അതാ കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നുള്ളത് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പവും കൂടാതെ ഈ 55 വയസ്സിൽ പെൻഷൻ കാശിന് വന്നപ്പം കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം മേടിച്ചത് എല്ലാം കൊടുത്തല്ലേ. അതിന്റെ ബാക്കി ഇത്തിരി രൂപ അതിനകത്തിരിപ്പുണ്ട്. അത് പോകുമ്പോൾ കൊണ്ടൊക്കെ കൊണ്ടു. അതാണ് ശരിയപ്പോ നീ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ വെക്കുക.